എന്തേ ക്വാറന്റൈനെ കഴിഞ്ഞടാ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് എന്നാ പോണെന്നായിരുന്നു. ഇപ്പൊ ക്വാറന്റൈൻ കഴിഞ്ഞായി. നല്ല വല്ലൊക്കെ ചോദിക്കാൻ പാടില്ലൂ. ഞാൻ എവിടെ പോയി സദ്യ കഴിക്കും? സദ്യയുടെ കാര്യത്തിൽ ആരും പേടിക്കണ്ട. പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാർ, അവിയൽ, സാമ്പാർ, കാളൻ, ഓലൻ, തോരൻ ഒക്കെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം. വെറുതെ റിസ്ക് എടുക്കണ്ട. അത് മതി. ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാനാ? എടാ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാട്ടാ. ചുമ്മാ ഡയലോഗ് മാത്രമേ എല്ലാം ഉണ്ടാക്കാൻ അറിയോ? എടാ ഇതുപോലെ ഡയലോഗ് നീ കഴിഞ്ഞ വർഷം കേട്ടില്ലടാ. ബാച്ചിലർ ഓഫ് അരിവെപ്പ്. അതെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. തగ్గടിക്കാൻ എല്ലാവർക്കും പറ്റും. ഫുഡ് ഉണ്ടാക്കാൻ അറിയും. എടാ ഒരു പ്രവാസിയുടെ മുഖത്ത് നോക്കിണ്ടല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് മാത്രം ചോദിക്കരുത് കേട്ടാ. ശരി, മുഖത്ത് നോക്കുന്നില്ല. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? അറിയാം. പിന്നെ അവൻ ഉണ്ടാക്കട്ടെ. നീ എന്താണ് മതിൽ കളി മറിക്കാൻ നോക്കണം? എടാ ഈ പെട്രോൾ എന്നൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം, വീട്ടിൽ നിന്നിട്ട് പറയാം. അപ്പൊ അതാണ് പ്രകാശന്റെ പ്ലാൻ. പക്ഷെ അവൻ ഇത്രയും പ്രതികാരദാഹിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പ്രകാശന്റെ പ്രതികാരം വരട്ടെ. അതെ, വരട്ടെ. എന്ത് വരട്ടെ? ഇപ്പൊ തന്നെ അവന്റെ ചിരട്ടടിച്ചു പിടിക്കാം. വെറുതെ മച്ചമ്പി നാളെ വരട്ടെ. അവന്റെ വേഷം കെട്ട് നമുക്കൊന്ന് കാണണ്ടേ? അവന് പണിയെടുക്കാനുള്ള പരിപാടിയുടെ പ്ലാൻ നമ്മൾ ഇന്നലെ സെറ്റാക്കിയാണല്ലോ. ഇനി അവൻ വരേണ്ട താമസം കൂടെ ഉള്ളൂ. എടാ ആ പരിപാടിയല്ല, അത് കഴിഞ്ഞിട്ട് വല്ല ഞമ്മ പിടിക്കണ്ടേ? ഓണസദ്യ അതെന്തോയെന്ന്? ഓണസദ്യ അത് പുള്ളിയുടെ സെക്ഷൻ. സദ്യയുടെ ഞാൻ ഏറ്റാണല്ലോ. നമുക്ക് സദ്യ ഉണ്ടാക്കാം. അടുക്കളെല്ലാം കാണും കയറി കൊന്നളയും പന്നി. നമുക്ക് ഇവിടെ പൂട്ടിടാം. ഡയലോഗ് പിടിയില്ലേ? ഇത് മൊത്തം കീറിയതാണല്ലോ. ഇയാൾ ഇത് എവിടെ നോക്കിയാ പറഞ്ഞോണ്ട്?